ചന്ദ്രന്റെ മണ്ണിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. റഷ്യയുടെ മോസ്കോയുമായി സഹകരിക്കാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതായത് ഈ പദ്ധതി എന്ന് പറയുന്നത് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കോർപ്പറേഷനായ റൊസോറ്റോമിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം ചൈനയുമായി സഹകരിച്ച് സ്ഥിരമായ ചാന്ദ്ര അടിത്തറ സ്ഥാപിക്കാനുള്ള വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. 0.5 മെഗാവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ചെറിയ ആണവ റിയാക്ടർ സ്ഥാപിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇത് ഭാവിയിലെ ചന്ദ്ര കോളനിയെ പിന്തുണയ്ക്കാൻ ആവശ്യമായ ഊർജം നൽകും. 1/2 മെഗാവാട്ട് വരെ ഊർജ്ജശേഷിയുള്ള ഒരു ചാന്ദ്ര ആണവ നിലയം സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ദൗത്യം എന്നാണ് റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. റഷ്യയുടെ മഹത്തായ ഈ പദ്ധതിയിൽ റഷ്യ ഇതിനകം തന്നെ ചില പുരോഗതിയും കൈവരിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദിഷ്ട ചാന്ദ്ര അടിത്തറയെ ശക്തിപ്പെടുത്തുന്നതിന് വിശ്വസനീയമായ ഊർജ്ജ സ്രോതസ് നൽകിക്കൊണ്ട് 2036 ആണവ റിയാക്ടർ വിക്ഷേപിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ ILRS എന്നറിയപ്പെടുന്ന ഈ ബേസ് 2035-നും 2045-നും ഇടയിൽ പ്രവർത്തനക്ഷമമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങൾക്കും തുറന്നിരിക്കുന്ന ഒരു ശാസ്ത്രീയ ഗവേഷണത്തിലുള്ള കേന്ദ്രമായും ഇത് പ്രവർത്തിക്കും. 2050 ചാന്ദ്ര അടിത്തറ സ്ഥാപിക്കുക എന്ന സ്വന്തം അഭിലാഷത്തോടെയുള്ള ഇന്ത്യ ഈ സഹകരണത്തെ അതിന്റെ ബഹിരാകാശ ലക്ഷ്യങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, 2023 ചാന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ റോബോട്ടിക് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ വിജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബറിലെ പ്രസ്താവനയിൽ 2040 ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയതും അതിമോഹവുമായ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ രാജ്യത്തോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ സങ്കീർണമായ സംരംഭത്തിന് ആവശ്യമായ സാങ്കേതിക പരിഹാരങ്ങൾ പൂർത്തിയായി വരുന്നതായും റിപ്പോർട്ടുകളുമുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ പുരോഗതിക്ക് അടിവരയിടുന്ന സുപ്രധാന നേട്ടമായ മനുഷ്യരുടെ പങ്കാളിത്തം പരമാവധി കുറച്ചുകൊണ്ട് സ്വയം ഭരണാധികാരത്തോടെ ആണവ നിലയം നിർമ്മിക്കാനാണ് റോസാറ്റം പദ്ധതിയിടുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസും ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനും 2021 മുതൽ ILRS നിർമ്മിക്കാനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചാന്ദ്ര ആണവ നിലയ പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ചന്ദ്രനിൽ സ്ഥിര സാന്നിധ്യം സ്ഥാപിക്കാനുള്ള ആഗോള ഓട്ടത്തിന്റെ മറ്റൊരു ചുവടുവയ്പ്പാണ്. റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ പദ്ധതി അന്താരാഷ്ട്ര സഹകരണത്തിന്റെ വ്യാപ്തിയെയും സ്വഭാവത്തെയും ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പദ്ധതി എത്രത്തോളം വിജയകരമായി തീരുമെന്നത് ഇപ്പോൾ പറയാനാവില്ല. ചാന്ദ്ര പര്യവേഷണത്തിന് ആണവോർജത്തിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവില്ല. സൗരോർജത്തിന് പരിമിതികൾ ഉള്ളതിനാൽ തന്നെ ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്കായി ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കേണ്ടി വരും. ചന്ദ്രന്റെ നീണ്ട 14 ദിവസത്തെ ചാന്ദ്ര രാത്രികൾ സൗരോർജത്തെ അവിശ്വസനീയമാക്കുന്നു. അതായത് ഈ 14 ദിവസം സൗരോർജം ഒട്ടും ലഭിക്കുകയില്ല. അതേസമയം ആണവോർജം ദീർഘകാല സാന്നിധ്യം നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു നിരന്തരവും സുസ്ഥിരവുമായ ഊർജ സ്രോതസ്സായി മാറുകയും ചെയ്യും. ഈ പദ്ധതിയിൽ ധാരാളം സങ്കീർണതകളുണ്ട്, എങ്കിലും ഇതിൽ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. അതായത് വിക്ഷേപണം പരാജയപ്പെടുമ്പോൾ പോലും കുറഞ്ഞ വികിരണ അപകട സാധ്യതകളോടെ ചന്ദ്രനിലേക്ക് ആണവ ഇന്ധനം കൊണ്ടുപോകുന്നത് സുരക്ഷിതമാണെന്നാണ് ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നു. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വയമേവ അടച്ചുപൂട്ടാൻ റിയാക്ടറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. എന്തായാലും 3 രാജ്യങ്ങളുടെയും ചാന്ദ്ര ദൗത്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.